പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസിന് ഒരുക്കമായുള്ള ഇമ്മാനുവൽ റിട്രീറ്റിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ റിട്രീറ്റ് നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിനായിട്ട് ഒരുങ്ങുന്നതിനുള്ളതാണ്. ക്രിസ്തുവിനായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുവാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ മനസ്സിനെ പരിശുദ്ധവും വിശുദ്ധവുമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ മനസ്സിലെ വഞ്ചനയും കളവും പകയും വിദ്വേഷവും ശത്രുതയുമെല്ലാം മാറ്റി യേശുവിന് സ്നേഹയോഗ്യമായ ഒരു ഭവനമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ധ്യാനത്തിലൂടെ കടന്നു പോകുന്നത്. ദൈവപുത്രൻ്റെ വരവിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഈശോയെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിതയാണ് സെൽമ ലേഗർലോഫ്. സ്വീഡിഷ് എഴുത്തുകാരിയായിരുന്നു. 1909 അവർക്ക് ഈ സമ്മാനം ലഭിക്കുന്നത്. 1914 ഈ സെൽമയെ സ്വീഡിഷ് അക്കാഡമി അവരുടെ അക്കാഡമിയുടെ അംഗത്വം കൊടുത്ത് ആദരിക്കുകയുണ്ടായി. 33-ാമത്തെ വയസ്സിൽ ആദ്യത്തെ നോവൽ അവർ പ്രസിദ്ധീകരിച്ചു. ക്രൈസ്റ്റ് ലെജൻഡ് എന്ന പേരിൽ ഒരു കഥാസമാഹാരവും അവർ പുറത്തിറക്കുകയുണ്ടായി. അതിലെ ഒരു കഥയുടെ പേരാണ് ദ ഹോളി നൈറ്റ്. ഈ കഥ ഈ എഴുത്തുകാരി അവതരിപ്പിക്കുന്നത് 5 വയസ്സുള്ള അവളോട് അവളുടെ വല്യമ്മച്ചി പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയായിട്ടാണ്. ആ കഥ ഇങ്ങനെയാണ്. നല്ല ഇരുട്ടുള്ള തണുപ്പുള്ള ഒരു രാത്രിയിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന ആ രാത്രിയിൽ ഒരു മൃഗശാലയിൽ നിന്നും ഒരു മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വീടിൻ്റെ വാതിൽക്കൽ മുട്ടിയിട്ട് പറയുകയാണ്, എൻ്റെ ഭാര്യ അല്പം മുൻപ് പ്രസവിച്ചു. ആ കുഞ്ഞിനും ഭാര്യയ്ക്കും ചൂട് കൊടുക്കുന്നതിനായിട്ട് അല്പം കൽക്കരി തരുമോ എന്ന്. അദ്ദേഹം ആദ്യം മുട്ടിയ വീടിൻ്റെ വാതിൽ തുറന്നില്ല. ആരും അകത്തു നിന്ന് പ്രതികരിച്ചുമില്ല. അദ്ദേഹം വേറൊരു വീട്ടിൽ പോയി മുട്ടി. അവിടെ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അങ്ങനെ 2-3 വീടുകൾ അദ്ദേഹം മാറി മാറി മുട്ടി തുറക്കുമോ എന്ന് പരിശോധിക്കുകയുണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദൂരെ ഒരു തീ കൂട്ടിയിരിക്കുന്നത് കാണാനായിട്ടിടയായി. അദ്ദേഹം അവിടെ ആ പ്രദേശത്തോട്ട് സമീപിച്ചപ്പോൾ ഒരു ആട്ടിടയനെയും 3 നായ്ക്കളെയും ഉറങ്ങുന്ന കുറേ ആടുകളെയും അദ്ദേഹത്തിന് കാണാനായിട്ട് ഇടയായി. ഈ തീ കത്തുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം അടുത്തപ്പോൾ ഈ നായ്ക്കൾ കുരച്ചു. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവ ഓടി വന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിലും കാലുകളിലും കഴുത്തിലുമൊക്കെ കടിച്ചു. പക്ഷെ ഒരു പോറൽ പോലും ഇദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതിനായിട്ട് സാധിച്ചില്ല. അത് നടക്കാതെ വന്നപ്പോൾ ആ നായ്ക്കൾ പിൻവാങ്ങി. ഇദ്ദേഹം വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ ഈ ആട്ടിടയൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ഇദ്ദേഹത്തെ തടയാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ആ വടി ദൂരേക്ക് പോയി വീഴുകയാണ് ചെയ്തത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് പകച്ച് ഈ ആട്ടിടയൻ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ മുന്നോട്ട് വന്നിട്ട് ഈ ആട്ടിടയനോട് പറഞ്ഞു, എൻ്റെ ഭാര്യ അല്പം മുമ്പ് പ്രസവിച്ചു. അവൾക്കും കുഞ്ഞിനും ചൂട് കൊടുക്കുന്നതിനായിട്ട് അല്പം കൽക്കരി, എനിക്ക് കരിക്കട്ട തരണം എന്ന്. ഈ മനുഷ്യൻ പറഞ്ഞു, എടുത്തു എന്ന് അദ്ദേഹം അനുവാദം കൊടുത്തു. പക്ഷേ ആ സമയം കൊണ്ട് ആ കരിക്കട്ടകൾ മുഴുവനും കത്തി തീരാറായിരുന്നു. പക്ഷേ ഈ മനുഷ്യന് അതൊരു പ്രശ്നമായിരുന്നില്ല. അദ്ദേഹം കൈകൊണ്ട് കത്തിക്കൊണ്ടിരുന്ന ആ കരിക്കട്ടകൾ എടുത്ത് തൻ്റെ
കയ്യിലുണ്ടായിരുന്ന തുണിയിൽ പൊതിഞ്ഞു. അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ ആ തീക്കട്ടകൾക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യെ പൊള്ളിക്കുന്നതിനോ ആ തുണിയെ കത്തിക്കുന്നതിനോ സാധിച്ചില്ല. അദ്ദേഹം പൂക്കളും പഴങ്ങളുമൊക്കെ പെറുക്കുന്ന ലാഘവത്തോടെ ഈ തീക്കട്ടകൾ പെറുക്കി കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇത് കണ്ടപ്പോൾ ഈ ആട്ടിടയൻ ഇദ്ദേഹത്തിൻ്റെ പിറകെ ഇദ്ദേഹത്തെ അനുഗമിച്ചു. ഈ ആട്ടിടയൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇത് എന്തൊരു രാത്രിയാണ്, നായ്ക്കൾക്ക് കുരയ്ക്കാൻ സാധിക്കാത്ത, തീക്കനലുകൾക്ക് പൊള്ളലേൽപ്പിക്കുവാനായിട്ട് സാധിക്കാത്ത, അതുപോലെ തന്നെ നായ്ക്കൾക്ക് കടിച്ചാൽ മുറിവേൽപ്പിക്കാനായിട്ട് സാധിക്കാത്ത ഈ രാത്രി എന്തൊരു രാത്രിയാണ് എന്നും, എന്തുകൊണ്ടാണ് ഈ രാത്രി ഇത്രമാത്രം കരുണാമയമായിട്ട് തീർന്നിരിക്കുന്നത് എന്നും. ഇത് കേട്ട ഈ ആട്ടിടയൻ പറഞ്ഞു, നിങ്ങൾക്ക് കണ്ണുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുകയും ഇല്ല എന്ന്. ഇദ്ദേഹം പോയ പുറകെ ഈ ആട്ടിടയൻ ഇദ്ദേഹത്തെ പിൻചെന്നു. ഇദ്ദേഹം ചെന്ന് കയറിയത് ഒരു ഗുഹയിലായിരുന്നു. അവിടെ മൃഗങ്ങളുണ്ടായിരുന്നു. ഒരു വശത്ത് ഒരു സ്ത്രീയും ജനിച്ചിട്ട് അധികം താമസിക്കാത്ത ഒരു കുഞ്ഞിനെയും കാണുകയുണ്ടായി. തണുത്ത് വിറച്ച് കിടക്കുന്ന ആ അമ്മയ്ക്കും കുഞ്ഞിനും ഈ ആട്ടിടയൻ, അദ്ദേഹം ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നെങ്കിൽ പോലും താൻ പുതച്ചിരുന്ന ആട്ടിൻ്റെ തോലുകളിൽ ഒന്നെടുത്ത് അവരെ പുതപ്പിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറന്നു, അദ്ദേഹത്തിൻ്റെ ചെവികൾ തുറന്നു. അതുവരെ അദ്ദേഹം കാണാത്ത കാഴ്ചകൾ അദ്ദേഹത്തിന് കാണുന്നതിനായിട്ട് സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു, ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ചുറ്റും മാലാഖമാർ നിൽക്കുന്നതായിട്ടും മധുര മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ പാടുന്നതായിട്ടും അദ്ദേഹത്തിന് കേൾക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ആ ജനിച്ചിരിക്കുന്ന കുഞ്ഞ് ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് എന്ന്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് അതിനുള്ള കാഴ്ച അവിടെ ലഭിക്കുകയുണ്ടായി. ദൈവം ലോകത്തോട് കരുണ കാണിച്ച ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്മസ് ദിനത്തിൽ യേശുവിൻ്റെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയുമാണ് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ആഘോഷിക്കുന്നത്. ദൈവം മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ പുത്രനെ ഈ ലോകത്തിന് സമ്മാനിച്ച കരുണാമയമായ ഒരു ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ആ കരുണയാണ് നമ്മൾ ക്രിസ്മസ് ദിനത്തിൽ ആഘോഷിക്കുന്നത്. കരുണയുടെ ഒരു ആഘോഷമാണ് ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ട് ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹവും കരുണയുമാണ് നമുക്ക് നൽകുന്നതിനായിട്ട് തയ്യാറായത്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു എന്ന്. ആളുകളെ കണ്ടപ്പോൾ അനുകമ്പ തോന്നുന്ന ഈശോ, ജനത്തെ കണ്ടപ്പോൾ, തൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നിയ ദൈവം യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഇതാ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിനും അവരുടെ മേൽ അനുകമ്പ തോന്നുകയാണ്. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ നിസ്സഹായരും പരിഭ്രാന്തരുമായിരുന്നു. അതുകൊണ്ടാണ് യേശുവിന് അവരുടെ മേൽ കരുണ തോന്നിയത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഈ കരുണ എന്ന് പറയുന്നത് വെറും വാക്കിൽ മാത്രം ഒഴുകിയിരുന്ന, വാക്കിൽ മാത്രം നിറഞ്ഞിരുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഒതുങ്ങിയിരുന്ന ഒരു കാര്യമല്ല. അത് പ്രവൃത്തിയിലേക്ക് യേശു കൊണ്ടുവരുന്നതാണ് സുവിശേഷം മുഴുവനും നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 5 പ്രാവശ്യം ഈ അനുകമ്പ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷിൽ
ഈ അനുകമ്പയ്ക്ക് കമ്പാഷൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ കുംപാസിയോ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നുമാണ് വരുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം സഫർ വിത്ത് എന്നാണ്. മറ്റുള്ളവരോട് ചേർന്ന് സഹിക്കുക, മറ്റുള്ളവരുടെ വേദനകളെ ദുഃഖങ്ങളെയൊക്കെ തൻ്റേതായിട്ട് കണ്ട് സ്വീകരിച്ച് അവരോടുകൂടെ ആയിരിക്കുന്ന ആ ഒരു വലിയ മനോഭാവത്തെയാണ് നമ്മൾ കമ്പാഷൻ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. ഈ കമ്പാഷനാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായിട്ട് പൗരപ്രമുഖർ യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരികയാണല്ലോ. കാരണം അവൾ നിയമം തെറ്റിച്ചു, അവൾ പരപുരുഷ ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ സീരിയസ് ആയിട്ടുള്ള കുറ്റങ്ങളും അവരുടെ മേൽ ആരോപിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ പൗരപ്രമുഖർ വരുന്നത്. അങ്ങനെ അവർ വന്നു കഴിയുമ്പോൾ നമ്മളവിടെ കാണുകയാണ്, അവൻ നിലത്ത് വിരലുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. പണ്ഡിതന്മാർ പറയുന്നത് ഈശോ അവിടെ എഴുതിക്കൊണ്ടിരുന്നത് കമ്പാഷൻ എന്നാണ്. കരുണ, അനുകമ്പ എന്നാണ് ഈശോ അവിടെ എഴുതിക്കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു അനുകമ്പ മറ്റുള്ളവരോട് കാണിക്കുന്നതിനായിട്ട് നമുക്കും നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. യേശു കാണിച്ച ആ അനുകമ്പയും സ്നേഹവുമൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് കൊണ്ടുവരുന്നതിനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും നമ്മൾ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു, അവരുടെ മേല് അവന് അനുകമ്പ തോന്നി, അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തിയെന്നു. ഇതാ തൻ്റെ അടുത്തേക്ക് വരുന്ന ജനങ്ങളെ കാണുമ്പോൾ അനുകമ്പ തോന്നുന്ന ഈശോ. കാരണം അവരുടെ ആവശ്യങ്ങൾ പലതായിരുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരോട് അനുകമ്പ തോന്നുന്ന ഈശോ. അതാണ് രോഗികളെ ഈശോ സുഖപ്പെടുത്തുന്നതിനായിട്ട് തയ്യാറാകുന്നത്. അതുപോലെ തന്നെ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേല് അനുകമ്പ തോന്നുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32-ാം വാക്യം, യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എന്നോട് കൂടെയുണ്ട്, അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. വഴിയിൽ അവർ തളർന്ന് വീഴാറായതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. കേട്ടോ, വിശന്ന് വലഞ്ഞ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നുകയാണ്. എത്രയും പെട്ടെന്ന് അവരെ ഒഴിവാക്കി ആ സാഹചര്യത്തെ ഒഴിവാക്കാനല്ല ഈശോ ശ്രമിക്കുന്നത്. അവരോട് അനുകമ്പ തോന്നി അവർക്ക് ആവശ്യമായത് കൊടുത്ത്, അപ്പം കൊടുത്ത് അവരെ പറഞ്ഞയക്കാനായിട്ട് ഈശോ തയ്യാറാകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അനുകമ്പ ജീവിതത്തിൽ കാണിച്ചു കൊണ്ടുപോയ വ്യക്തിയായിരുന്നു യേശു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏക പുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. ഉണ്ടോ, ഈ വിധവയുടെ ഏക മകൻ മരിച്ചു. ദുഃഖകരമായ ഒരു അനുഭവത്തിലൂടെ അവർ കടന്നു പോവുകയാണ്. അപ്പോൾ അവളെ കണ്ട ഈശോയുടെ മനസ്സ് അലിയുകയാണ്. അവളെ കണ്ട് മനസ്സലിഞ്ഞ് അലിവ് തോന്നി, അനുകമ്പ തോന്നി അവൻ അവളോട് പറഞ്ഞു, കരയേണ്ട എന്നും. എന്നിട്ട് അവളുടെ മകനെ ഈശോ ഉയർപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ് നമുക്കവിടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ വേദനകളിൽ, ദുഃഖങ്ങളിൽ അലിവ് തോന്നുന്ന, അനുകമ്പ തോന്നുന്ന, ഇടപെടുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് സുവിശേഷത്തിൽ കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ,
നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കും ഇതുപോലെയുള്ള ആളുകളെ കാണുന്നതിനായിട്ട് സാധിക്കും. വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, രോഗങ്ങളാൽ വലയുന്നവർ, അടിച്ചമർത്തപ്പെടുന്നവർ, മാനുഷികമായ പരിഗണന പോലും ലഭിക്കാതെ പോകുന്ന ആളുകൾ, ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെയുമൊക്കെ മനസ്സ് അലിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ദൈവം മനസ്സലിഞ്ഞതാണ്. ദൈവത്തിന് മനുഷ്യവംശത്തോട് അനുകമ്പ തോന്നിയപ്പോഴാണ് പുത്രനായ യേശുവിനെ തന്നെ ഈ ലോകത്തിലേക്ക് അയക്കുന്നതിനായിട്ട് ഇടയായത്. യേശു തൻ്റെ കരുണയും അനുകമ്പയുമൊക്കെ തൻ്റെ ജീവിതം കൊണ്ട് അവസാനിപ്പിച്ചില്ല. അത് തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. തൻ്റെ ദൗത്യം, തൻ്റെ സ്നേഹവും കരുണയുമൊക്കെ ആളുകളിലേക്ക് കാലാകാലങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ശിഷ്യന്മാർ അത് അവരുടെ ജീവിതത്തിലൂടെ തുടർന്നു കൊണ്ടുപോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. നടപടി പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അപ്പസ്തോലന്മാരുടെ നിഴല് വീണ ആളുകൾക്ക് രോഗസൗഖ്യം ലഭിക്കുന്നതായിട്ട്. 5-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടി ആയിരുന്നു അത്. അപ്പോൾ പത്രോസും ശിഷ്യന്മാരുമൊക്കെ പോകുന്ന വഴികളിൽ ആളുകളെ, രോഗികളെയും അതുപോലെ തന്നെ പിശാചു ബാധിതരെയും തളർവാദ രോഗികളെയും ഒക്കെ കൊണ്ട് കിടത്തുകയായിരുന്നു. എന്തിനു വേണ്ടിയാണ്? അവരുടെ നിഴല് വീണാൽ അവർക്ക് സൗഖ്യം ലഭിക്കും എന്ന ഒരു ബോധ്യം അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട്. അപ്പോൾ യേശുവിൻ്റെ ആ കരുണയും അനുകമ്പയും ഒക്കെയാണ് അപ്പസ്തോലന്മാർ അവരുടെ ജീവിതത്തിലൂടെ തുടർന്നു കൊണ്ടുപോയിരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് ഈശോ പറയുന്നതാണ്. ഈശോ നമ്മോട് ഓരോരുത്തരോടുമായിട്ട് പറയുന്നതാണ്, എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവർ ആയിരിക്കണമെന്ന്. പിതാവിൻ്റെ കരുണയാണ് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ഈശോയുടെ ഉപമകൾ, ഈശോയുടെ പ്രബോധനങ്ങൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ കരുണയെ നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തി തരികയായിരുന്നു, വ്യക്തമാക്കി തരികയായിരുന്നു. ധൂർത്തപുത്രൻ്റെ ഉപമയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഏതാണ് ദൈവമായ പിതാവിൻ്റെ ചിത്രമെന്ന് ഈശോ നമുക്ക് വരച്ചു കാട്ടി തരികയാണ്. ഈശോ പറയുകയാണ്, ഇതാണ് നിൻ്റെ പിതാവ്. വ്യവസ്ഥയില്ലാത്ത കരുണ കാണിക്കുന്ന, നീ എന്തുമാത്രം തെറ്റ് ചെയ്താലും അതിനെയൊന്നും പരിഗണിക്കാതെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിതാവാണ് നിൻ്റെ ദൈവമെന്ന് ഈശോ നമുക്ക് വരച്ചു കാട്ടി തരികയാണ്. എന്നിട്ടാണ് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36-ാം വാക്യത്തിൽ ഈശോ പറയുന്നത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ള ആളുകൾ ആയിരിക്കണം എന്നും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം, വലിയൊരു ദൗത്യമുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ ആ കരുണ ഈ ലോകം മുഴുവനും വ്യാപിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ഈ വിശുദ്ധരായ ആളുകളുടെ ജീവിതങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവരെന്താ ചെയ്തത്? അവരുടെ പ്രവർത്തനങ്ങളിലൂടെ, ജീവിതങ്ങളിലൂടെ എല്ലാം അവർ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും വെളിപ്പെടുത്തി കൊടുക്കുന്നതിനായിട്ടാണ് ശ്രദ്ധിച്ചത്. അവർ വലിയ ധനികരോ അല്ലെങ്കിൽ വലിയ കമ്പനികളുടെ ഉടമസ്ഥരോ വലിയ ഭരണാധികാരികളോ ഒന്നും ആയിരുന്നില്ല. നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവർ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള നന്മകൾ അവരുടെ ജീവിതത്തിലൂടെ പുറപ്പെടുവിക്കുന്നതിനായിട്ട് അവർക്ക് സാധിച്ചു. നമ്മൾ മദർ തെരേസയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അവരെ പഠിക്കുന്നുണ്ട്, മദർ തെരേസയുടെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? വെറും 5 രൂപയുടെ മൂലധനവുമായിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിയ ആ സിസ്റ്ററിന് എന്തുമാത്രം ആളുകളുടെ കണ്ണീരൊപ്പാൻ സാധിച്ചു.
എന്തുമാത്രം ആളുകൾക്ക് അഭയം കൊടുക്കാൻ സാധിച്ചു, എന്തുമാത്രം ആളുകളെ ഭക്ഷണം കൊടുത്ത് തൃപ്തരാക്കാനായിട്ട് സാധിച്ചു, എന്തുമാത്രം ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനൊക്കെ ആയിട്ട് സാധിച്ചു, എന്തുമാത്രം ആളുകളുടെ കണ്ണുനീര് ഒപ്പുന്നതിനായിട്ട് അവർക്ക് സാധിച്ചു. ഇതാണ് ഈശോ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയുടെ വാഹകരായിട്ട്, പ്രചാരകരായിട്ട് നമ്മൾ മാറണം. ഈ കരുണ എന്ന് പറയുന്നത് കേവലം ഒരു വികാരത്തിൽ ഒതുക്കി നിർത്തേണ്ട ഒരു കാര്യമല്ല. അത് വാക്കുകളിൽ മാത്രം ഒതുക്കി നിൽക്കേണ്ട ഒരു കാര്യമല്ല. അത് വികാരങ്ങൾക്കൊക്കെ അപ്പുറം, അത് പ്രവർത്തനത്തിലേക്ക്, വാക്കുകളിൽ നിന്നും അപ്പുറം പ്രവൃത്തികളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. ഈശോ ഒരിക്കലും തൻ്റെ കരുണ എന്ന് പറയുന്നത് വാക്കുകളിൽ ഒതുക്കിയിരുന്ന ഒന്നല്ല. അങ്ങനെ വാക്കുകളിൽ ഒതുക്കിയിരുന്നു എങ്കിൽ അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കാനായിട്ട് ഈശോ തയ്യാറാവുകയില്ലായിരുന്നു. അതുപോലെ തന്നെ രോഗികളെ സുഖപ്പെടുത്തുന്നതിനായിട്ട് ഈശോ തയ്യാറാവുകയില്ലായിരുന്നു. മറിച്ച് തൻ്റെ കരുണയും സ്നേഹവും വാത്സല്യവുമൊക്കെ ആളുകളിലേക്ക് പ്രവൃത്തി വഴിയായിട്ട് എത്തിക്കുന്നതിനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈശോയുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നമുക്കും കരുണയുള്ളവരാകാനായിട്ട് ശ്രമിക്കാം. പിതാവിനെ പോലെ മക്കളെന്ന് പറയാറുണ്ടല്ലോ. ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും, ഇവൻ്റെ അപ്പൻ ആരാണ് എന്ന് ചോദിക്കും. എന്താണ്, അവൻ്റെ അപ്പൻ ഇങ്ങനെയാണെങ്കിൽ മകനും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അതുവഴിയായിട്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മുടെ പിതാവ്, സ്വർഗീയ പിതാവ് കരുണയുള്ളവനാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളും കരുണയുള്ള ആളുകളായിരിക്കണം, കരുണയുടെ വക്താക്കളായിരിക്കണം, പ്രയോക്താക്കളായിരിക്കണം എന്നാണ് ഇതുവഴിയായിട്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴത്തേക്കും ക്രിസ്മസിൽ ദൈവപിതാവിൻ്റെ കരുണ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് സാധിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ പ്രത്യേകമായ വിധത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നിർദ്ദയനായ ഒരു ഭൃത്യനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഭൃത്യൻ ഒത്തിരി കരുണ തൻ്റെ യജമാനനിൽ നിന്നും സ്വീകരിച്ച ഒരു മനുഷ്യനായിരുന്നു. 10,000 താലന്ത് കടം കൊടുക്കാനായിട്ടുണ്ടായിരുന്നവൻ അത് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ആ യജമാനൻ്റെ കാൽക്കൽ വീണ് കഴിഞ്ഞപ്പോൾ യജമാനൻ അവനോട് കരുണ തോന്നി, അനുകമ്പ തോന്നി, അവൻ ഇളച്ചു കൊടുക്കുകയാണ്. അവൻ്റെ ഭാര്യയെയും മക്കളെയും വസ്തുവകളെയും എല്ലാം വിറ്റ് ഈടാക്കാനായിട്ട് തയ്യാറായ യജമാനൻ അവനോട് അനുകമ്പ തോന്നി അതെല്ലാം അവന് ഒഴിവാക്കി കൊടുക്കുകയാണ്. എന്നാൽ 100 ദനാറ അവനോട് കടപ്പെട്ടിരുന്ന മറ്റൊരു ഭൃത്യനെ കണ്ടപ്പോൾ അവൻ അനുകമ്പ കാണിക്കാനായിട്ട്, ദയ കാണിക്കാനായിട്ട് തയ്യാറായില്ല. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്നത് എന്തുമാത്രം അനുകമ്പയും കരുണയുമൊക്കെയാണ്. നമ്മളത് ചിന്തിക്കാറുണ്ടോ? ഈ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയല്ലേ? ദൈവം നമ്മോട് കാണിച്ച ഒരു വലിയ കരുണയുടെ ഭാഗമായിട്ടല്ലേ ഈ ക്രിസ്മസ് ആഘോഷ നാളുകളിലൂടെ കടന്നു പോകുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നത്? ദൈവം നമ്മോട് ഒത്തിരി കരുണ കാണിക്കുന്നുണ്ട്. നമുക്ക് കാണിക്കാനായിട്ടുള്ളതോ വളരെ നിസ്സാരമായിട്ടുള്ളതാണ്. വളരെ നിസ്സാരമാണ് നമുക്ക് മറ്റുള്ളവരോട് കാണിക്കുവാനായിട്ടും ചെയ്യുവാനുമായിട്ടൊക്കെയുള്ളത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ മനോഭാവം എന്താണ് എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ടും പരിശോധിക്കേണ്ടതാണ്. നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഈ ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് നിവൃത്തിയില്ലാത്ത ആളുകൾ നമ്മുടെ ചുറ്റുപാടുമൊക്കെയുണ്ട്. പക്ഷെ അവരെ കാണാനായിട്ട്, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, അവരുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകാറുണ്ടോ? അതോ നമ്മൾ നമ്മുടെ സുഖങ്ങളിലും നമ്മുടെ സൗകര്യങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലുമൊക്കെ ആയിട്ട്
ഒതുങ്ങിക്കൂടുന്ന ആളുകളായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായ ഒരു ചോദ്യം. മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട്, അവരുടെ ആവശ്യങ്ങളെ കാണാനായിട്ട്, അവരുടെ വിശപ്പിനെയും ദാഹത്തെയും തണുപ്പിനെയുമൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ കഥയിലെ ഹോളി നൈറ്റ് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാകുന്നത്. അപ്പോഴാണ് മാലാഖമാരുടെ ആ മനോഹരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഗാനങ്ങൾ നമ്മുടെയൊക്കെ കാതുകളിൽ കേൾക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പുൽക്കൂട്ടിൽ ജനിച്ച ഉണ്ണിയേശുവിനെ കാണാനായിട്ടുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും നാളും ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ചിട്ടും ഉണ്ണിയേശുവിനെ വ്യക്തിപരമായ ജീവിതത്തിൽ കാണാനായിട്ട് കണ്ടതിൻ്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഭൂരിഭാഗം പേർക്കും ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഒരു ആഘോഷം എന്നതിൽ ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ട് ഉണ്ണിയേശുവിനെ കാണാനായിട്ടോ അല്ലെങ്കിൽ അനുഭവിക്കുന്നതിനായിട്ടോ അവരുടെ ജീവിതത്തിൽ സാധിച്ചെന്ന് വരികയില്ല. ഈ ക്രിസ്മസ് നമ്മെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിനും കാണുന്നതിനും അനുഭവിക്കുന്നതിനും സന്തോഷിക്കുന്നതിനുമുള്ള ഒരു അവസരമായിട്ട് മാറട്ടെ. അതിനുള്ള എല്ലാ കൃപയും അനുഗ്രഹവും ദൈവം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. സന്തോഷം നിറഞ്ഞ അനുകമ്പ കാണിക്കുവാനായിട്ട്, മറ്റുള്ളവരോട് കരുണയോടെ ജീവിക്കുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. നമ്മെ സമീപിക്കുന്നവർക്ക്, നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും ധാരാളമായിട്ട് കൊടുക്കുന്നതിന് നമുക്ക് സാധിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. ഈ ക്രിസ്മസ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ക്രിസ്മസിനായിട്ട് നമ്മളെ തന്നെ നമ്മൾ ഒരുക്കുമ്പോൾ, ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും മംഗളങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഇതാ കർത്താവിൻ്റെ വരവിനെ നാം ഓർക്കുമ്പോൾ, കർത്താവിൻ്റെ വരവിനോട് ചേർന്ന് മാലാഖമാർ പാടുകയും പറയുകയും ചെയ്ത ആ ഒരു സന്ദേശം നമുക്കൊന്ന് കേൾക്കാം. എന്താ അവർ പറഞ്ഞത്? ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നോക്കിക്കേ, ദൂതൻ പറയുവാണ്, സകല ജനതകൾക്കും, എല്ലാ മനുഷ്യർക്കും, എനിക്കും നിനക്കും, എൻ്റെ കുടുംബത്തിനും നിന്റെ കുടുംബത്തിനും, നമുക്കെല്ലാവർക്കും സന്തോഷമായിട്ട് കർത്താവ് കടന്നു വന്നിരിക്കുന്നു. എങ്ങനെ നമുക്ക് സന്തോഷമായിട്ട് കർത്താവ് മാറുന്നു? എങ്ങനെ ഈശോയുടെ ജന്മം എനിക്കും നിനക്കും നമുക്കെല്ലാവർക്കും ലോകം മുഴുവനും സന്തോഷമായിട്ട് മാറുന്നു? അടുത്ത വചനം പറയുകയാണ്, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. നോക്കിക്കേ, ഇന്ന കാര്യത്തിന് രക്ഷകൻ എന്നല്ല വചനം പറയുക, മറിച്ച് രക്ഷകൻ എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും കർത്താവായ യേശു രക്ഷകനാണ്. ഇന്ന് നിന്റെ ജീവിതം രോഗത്തിലാണോ? ഇന്ന് നിന്റെ ജീവിതം കടബാധ്യതയിലാണോ? ഇന്ന് നിന്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ദാമ്പത്യത്തിലും കുടുംബത്തിലൊക്കെ അസ്വസ്ഥത കടന്നു വരുന്നേ, ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണോ നീ? ഒരുപക്ഷെ നിനക്കൊരു കഴിവുമില്ല, നിനക്കൊരു രീതിയിൽ ഒരു ഗുണവുമില്ല, ഒരു മെച്ചവും ഒരു ഉയർച്ചയില്ല, ഒരു ഗതി പിടിക്കണില്ല എന്ന സാഹചര്യത്തിൽ നീ ആയിരിക്കുന്നേ. അങ്ങനെയെങ്കിൽ ഏത് സാഹചര്യം ആയിക്കൊള്ളട്ടെ, ആ സാഹചര്യങ്ങളോടെല്ലാം ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, രക്ഷകനായിട്ട് രക്ഷയായിട്ട് കർത്താവായ ക്രിസ്തു ഇന്ന് പിറന്നിരിക്കുന്നു. ആർക്കാണ് രക്ഷ? വിശ്വസിക്കുന്നവർക്ക് രക്ഷ.
അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിശ്വസിക്കുന്നവരുടെ മേൽ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവർ സൗഖ്യം പ്രാപിക്കും, അവർക്ക് അന്ധകാര സ്വാധീനമേൽ അധികാരം ഉണ്ടായിരിക്കും, അവർ പുതിയ ഭാഷകൾ സംസാരിക്കും, അവർക്ക് എല്ലാ കൃപയും അഭിഷേകം ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്നവർക്ക്, വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിക്കുന്നവർക്ക്, അങ്ങനെയുള്ള ജനത്തെയാണ് പറയുക ഇസ്രായേൽ ജനം. ദൈവം തെരഞ്ഞെടുത്ത ജനത്തിന് അനുഗ്രഹമാണ്, രക്ഷയാണ്, സന്തോഷമാണ്. ഈ ഗാനത്തോട് നമ്മൾ ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്, ഇസ്രായേല് സ്തുതിച്ചിടുക. ആരാ ഇസ്രായേല്? ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. കർത്താവിൽ വിശ്വസിക്കുന്നവര്, കർത്താവിനെ, യേശുവിനെ ദൈവമായിട്ട് സ്വീകരിച്ചവര്, ആ കർത്താവിനെ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരാണ് ഇസ്രായേൽ. ഈ ഗാനത്തിന്റെ വരിക നമ്മോട് പറയുക, ഇസ്രായേലേ, നിന്നോടാ പറയുക, ഇസ്രായേലേ നീ സ്തുതിക്ക്, നീ കർത്താവിനെ സ്തുതിക്ക്, നീ കർത്താവിൽ ആനന്ദിക്ക്, സന്തോഷിച്ചേ. താളത്തോട് ചേർന്ന് സന്തോഷത്തോടെ യേശുവേ യേശുവേ എന്ന് മനസ്സിൽ വിളിച്ചേ. കരങ്ങളടിച്ച് പാടാൻ സാധിക്കുന്നവർ കരങ്ങളടിച്ച് താളത്തോട് ചേർന്ന് ആനന്ദിച്ച്, കർത്താവിൽ ആനന്ദിച്ച്, സന്തോഷിച്ച് ചേർന്ന് പാടി മഹത്വപ്പെടുത്തുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാതിരാജൻ എഴുന്നള്ളുന്നു. പാടി നിന്റെ രാജാവ് നിനക്ക് രക്ഷ നൽകുന്നവൻ കടന്നു വരും. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാതിരാജൻ എഴുന്നള്ളുന്നു. നിന്റെ കർത്താവ് നിന്നെ തേടി വരുവാ, നിനക്ക് യേശുനാഥൻ നിന്നെ തേടി സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയാ ഗീതി പാടിടുവിൻ. ഓസ്ലേമിൻ രക്ഷകനായവൻ, ദാവീദിൻ പുത്രനെ വാഴ്ത്തി. കരങ്ങളടിച്ച് കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയാ ഗീതി പാടിടുവിൻ. ഓസ്ലേമിൻ രക്ഷകനായവൻ, ദാവീദിൻ പുത്രനെ വാഴ്ത്തി. കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയാ ഗീതി പാടിടുവിൻ. ഓസ്ലേമിൻ രക്ഷകനായവൻ, ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാതിരാജൻ എഴുന്നള്ളുന്നു. നിന്റെ ദൈവം. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാതിരാജൻ എഴുന്നള്ളുന്നു. സ്തുതിച്ചേ, ആരാധിച്ചേ, എല്ലാ തരങ്ങളും സ്തുതിക്കട്ടെ, കർത്താവിനെ വിളിക്കട്ടെ, ഈശോയെ വിളിക്കട്ടെ, രാജാതിരാജനായ യേശുവിനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കട്ടെ. അധികാരമുള്ളവൻ, രക്ഷ നൽകുന്നവൻ, ആനന്ദമാക്കി മാറ്റുന്നവൻ, കർത്താവിനെ വിളിക്കട്ടെ, കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത് പറുദീസായില, ഏദൻ തോട്ടത്തില എന്ന് പറഞ്ഞ സന്തോഷത്തിന്റെ ഇടത്ത. ഈ സന്തോഷത്തിലായിരുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഈ സന്തോഷം എങ്ങനെ നഷ്ടമായി? എങ്ങനെ അവന്റെ ജീവിതത്തിലേക്ക് തകർച്ചകളും ദുരിതങ്ങളും കഷ്ടപ്പാടും വീണ്ടും വീണ്ടും കടന്നൊരിടയായി തീർന്നു? ഇതാ വചനം പഠിപ്പിക്കുവാണ്, പാപം ചെയ്തപ്പോ അവന് പറുദീസ നഷ്ടമായി, അല്ലെങ്കിൽ ഏദൻ തോട്ടം നഷ്ടമായി എന്ന് പറഞ്ഞാൽ സന്തോഷം നഷ്ടമായി. പിന്നെ തകർച്ച വരാൻ തുടങ്ങി, കഷ്ടപ്പാട് വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയെങ്കിൽ ഇതറിയാവുന്ന ദൈവം തീരുമാനിച്ചു, നമ്മുടെ ജീവിതത്തിന് കഷ്ടപ്പാട് മാറണം, വേദന മാറണം, തിരികെ സന്തോഷം വരണം. അതിനെന്ത് ചെയ്യണം? ദൈവം തീരുമാനിച്ചു, നമ്മുടെ ഉള്ളിൽ നിന്ന് പാപത്തെ എടുത്തു മാറ്റണം. അതുകൊണ്ട് ഈശോ പാപത്തെ മാറ്റാനായി ഈ ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ ഇതാ സ്നാപക യോഹന്നാൻ ഈശോയെ നോക്കി പറയുവാണ്, ഇവൻ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവനാണ്. അതെ, ഈശോ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ പാപം എടുത്തു മാറ്റാൻ വേണ്ടി. ഇനി വീണ്ടും ആ കർത്താവിനെ കുറിച്ച്, കർത്താവ് സ്ഥാപിച്ച കുമ്പസാരം എന്ന കൂദാശയെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയാണ്. 1 യോഹന്നാൻ 1:9, നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തിന്റെ കാര്യമാണ്. നമ്മൾ നിസ്സാരമായൊരു കാര്യം ചെയ്താൽ മതി, അനുദപിച്ച് തെറ്റിപ്പോയി കർത്താവേ എന്ന് പറഞ്ഞ്
പാപം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചാൽ മതി. നിസ്സാരമായ ഒരു കാര്യം. നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപത്തിൻ്റെ തകർച്ചകളും പാപത്തിൻ്റെ കഷ്ടപ്പാടും എല്ലാം പൂർണ്ണമായി അവനെടുത്തു മാറ്റും. അങ്ങനെയെങ്കിൽ ഈ ഒരു സന്തോഷത്തിൻ്റെ കൂദാശയെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, ആനന്ദിക്കാം, ആരാധിക്കാം. ഇതാ നാം കാണുന്ന ഒരു പാപിനിയായ സ്ത്രീ കർത്താവിന് മുമ്പിൽ വന്ന് കണ്ണുനീരോടെ നിന്നപ്പോൾ ആ സ്ത്രീയുടെ പാപങ്ങൾ മുഴുവൻ ക്ഷമിച്ച് കർത്താവ് അവളെ പറഞ്ഞു വിട്ടു. അവളെന്ന് പറഞ്ഞ് അവളെ വിടുവാണ്, ഇനി നീ പാപം ചെയ്യരുത് കേട്ടോ. നമ്മുടെയും പാപങ്ങൾ മാറ്റി നമ്മെ അനുഗ്രഹിക്കുന്ന രക്ഷിക്കുന്ന കർത്താവിനെ ഗാനത്തോട് ചേർന്ന് പാടി സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ, ആനന്ദിക്കട്ടെ. എൻ്റെ പാപത്തിൽ നിന്നും പാപത്തകർച്ചയിൽ നിന്നും എൻ്റെ കർത്താവിനെ രക്ഷിച്ചു എന്നുള്ള ആ മനോഭാവത്തോടെ സന്തോഷത്തോടെ കരങ്ങളിടിച്ച് ചേർന്ന് പാടി സ്തുതിക്കട്ടെ. പാപിക്കും രോഗിക്കും സൗഖ്യവുമായി, അന്ധനും ഭദിരനും മോചനമായി, തളർന്നു പോയ മനസ്സുകളിൽ പുതു ഉത്ഥാനത്തിൻ ജീവനായി. ആവർത്തിച്ചു പാടി. പാപിക്കും രോഗിക്കും സൗഖ്യവുമായി, അന്ധനും ഭദിരനും മോചനമായി, തളർന്നു പോയ മനസ്സുകളിൽ പുതു ഉത്ഥാനത്തിൻ ജീവനായി. പാപിനി മറിയത്തെ പോലെ നീ പാപങ്ങളേറ്റു ചൊല്ലിടുകിൽ, ജീവൻ നിന്നിൽ ചൊരിഞ്ഞിടും കൺമണിയായി. കരങ്ങളുയർത്തി സന്തോഷത്തോടെ സ്തുതിച്ചിടുക, രാജാധിരാജൻ രക്ഷിക്കുന്ന രാജാവിനെ സ്തുതിച്ചിടുക, രാജാധിരാജന്റെ പാപങ്ങളിൽ നിന്ന് പാപ തകർച്ചകളിൽ നിന്ന് രക്ഷിക്കുന്ന യേശുനാഥൻ നിന്നെ തേടി കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ. ഹല്ലേലൂയാ ഗീതി പാടട്ടെ. ഓസ്ലേമിൻ രക്ഷകനായവൻ ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ. ഹല്ലേലൂയാ ഗീതി പാടിടുവിൻ. ഓസ്ലേമിൻ രക്ഷകനായവൻ ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ, കരങ്ങൾ ഉയർത്തട്ടെ. കരുണയുള്ള കർത്താവിനെ സ്തുതിക്കട്ടെ, നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. എല്ലാ തരങ്ങളും കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. രക്ഷിക്കുന്ന ദൈവമേ, അനുഗ്രഹിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗാനത്തിന്റെ വരിക വീണ്ടും നമ്മോട് പറയുക, സ്നേഹം മാത്രമായുള്ളവനാ നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവിന് സ്നേഹിക്കാനേ അറിയും, ക്ഷമിക്കാനേ അറിയും. കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു വീണ്ടും വീണ്ടും പുതിയ സ്നേഹം കൊണ്ട് നമ്മെ പൊതിയുക. ആനന്ദത്തോടെ സന്തോഷത്തോടെ ഗാനത്തിന്റെ വരികോട് ചേർന്ന് എന്നെ സ്നേഹിക്കുന്ന കർത്താവിനെ, സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കുന്ന കർത്താവിനെ, പരസ്പരം സ്നേഹിക്കാൻ മാത്രം പറയുന്ന എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഞാൻ എന്നും നിലനിൽക്കും. ആ കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞാനൊന്ന് സന്തോഷത്തോടെ ആയിരിക്കും. ഈ ഒരു മനോഭാവത്തോടെ ഗാനത്തോട് ചേർന്ന് പാടി സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സ്നേഹം മാത്രം പകർന്നിടാൻ ജീവൻ പോലും നൽകിടും. ഹൃദയങ്ങൾക്കു ശാന്തിയായി കരുണാമയൻ വന്നിടും.
എല്ലാവരും ചേർന്ന് പാടി. സ്നേഹം മാത്രം പകർന്നിടാൻ ഈശോയെ ജീവൻ പോലും ഇവൻ പോലും നൽകി സ്നേഹിച്ചവനെ ഹൃദയങ്ങൾക്കു ശാന്തിയാ ഈശോയെ കരുണാമയൻ വന്നിടും ഈശോയെ ഊസിനെ പോലെ നീ അനുഗ്രഹിക്കുന്ന കർത്താവേ ഈശോനാഥൻ ചേർന്നിടുകേ ആലോലിക്കുന്ന ദൈവമേ എല്ലാം ഏറ്റെടുക്കും ഈ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന കർത്താവേ കരങ്ങൾ ഉയർത്തി ഇസ്രായേലേ സ്തുതിച്ചിടുക രാജാധിരാജൻ എഴുന്നള്ളുന്നു അനുഗ്രഹിക്കുന്ന രക്ഷിക്കുന്ന കർത്താവേ ഇസ്രായേലേ സ്തുതിച്ചിടുക രാജാധിരാജൻ നിന്റെ സന്തോഷ കാരണമായവൻ യേശുനാഥൻ നിന്നെ തേടി നിന്നെ വിളി കേൾക്കുന്ന രക്ഷിക്കുന്ന ദൈവം സ്തുതിച്ചിടുവിൻ നിന്നെ സുഖപ്പെടുത്താൻ കഴിയുന്ന കർത്താവ് പാടിടുവിൻ ഓസ്ലേമിൻ രക്ഷകനായവൻ പുത്രനെ വാഴ്ത്തുവിൻ ആവർത്തിച്ചു പാടി കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ ഹല്ലേലൂയ ഗീതി പാടിടുവിൻ ഓസ്ലേമിൻ രക്ഷകനായവൻ ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ ഹല്ലേലൂയ ഗീതി പാടിടുവിൻ ഓസ്ലേമിൻ രക്ഷകനായവൻ സ്തുതിച്ചാരാധിച്ചേ സ്വന്തമായിട്ട് സ്തുതിച്ചേ യേശുവേ എന്ന് വിളിച്ചേ എല്ലാ തരങ്ങളും സ്തുതിക്കട്ടെ. എവിടെയൊക്കെ ആരൊക്കെ ആയിരിക്കുന്നു അവരൊക്കെ ഈശോയെ വിളിക്കട്ടെ, സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. ശക്തിയോടെ വിളിച്ചേ യേശുവേ എന്ന് വിളിച്ചേ രക്ഷിക്കുന്ന ദൈവത്തെ വിളിച്ചേ കരുണ കാണിക്കുന്ന കർത്താവിനെ വിളിച്ചേ നിന്നെ സുഖപ്പെടുത്താൻ കഴിയുന്ന കർത്താവിനെ വിളിക്കുക. കർത്താവിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഈശോയെ 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 ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല മനുഷ്യരിലേക്കും അവിടുത്തെ കൃപയും കരുണയും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സകല കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. ഈശോയെ വെറുപ്പ് ചേർന്ന് കഴിയുന്നവരെ ആ ബന്ധങ്ങൾ വിടുവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്നേഹം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആനന്ദം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സകല രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാരരോഗങ്ങളിൽ കഴിയുന്നവര്, നാളുകളായി വേദനയോടെ കഴിയുന്നവര്, ഈശോയെ കടമ്പ് രോഗികളെ സമർപ്പിക്കുന്നു. ഒരു പക്ഷേ രോഗത്തിന്റെ അവസ്ഥയിൽ ഇനി ഒരു രക്ഷയില്ല എന്ന് വിചാരിച്ച് കഴിയുന്നവര്, നിരാശയിൽ കഴിയുന്നവര്, കുറ്റപ്പെട്ടവരാൽ ഉപേക്ഷിക്കപ്പെട്ട് കഴിയുന്നവര്, കർത്താവെ നോക്കാൻ ആരുമില്ല എന്നുള്ള വേദനയിൽ കഴിയുന്നവര്, ഈശോയെ ശരീരത്തിന്റെ മാത്രമല്ല മനസ്സിന്റെ തളർച്ചയിൽ വേദനയിൽ കഴിയുന്ന വ്യക്തികളെയൊക്കെ സമർപ്പിക്കുന്നു. കർത്താവെ സുഖപ്പെടുത്തുന്ന കർത്താവെ രക്ഷിക്കുന്ന ദൈവമേ സുഖപ്പെടുത്തണേ, രക്ഷിക്കണേ. അവിടുത്തെ ശക്തി അവിടുത്തെ പ്രാഭവം മനസ്സിലാക്കാനുള്ള കൃപ നൽകണേ. എന്റെ ഈശോ എന്നെ സുഖപ്പെടുത്തി, എന്റെ കർത്താവിനെ രക്ഷിച്ചു എന്ന് സാക്ഷ്യമായിട്ട് പറയത്തക്കവണ്ണം ഈശോയെ ഈ ആരാധനാ സമയത്ത് തന്നെ, ഈ പ്രാർത്ഥനാ സമയത്ത് തന്നെ ഈശോയെ അനേകരെ നീ സുഖപ്പെടുത്തണം. അനേകരുടെ ജീവിതത്തിലെ കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ പ്രാർത്ഥനയിലൂടെ കർത്താവെ സുഖപ്പെടുത്തണേ, രക്ഷ നൽകണേ. ഈശോയെ 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 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ സമയം ഈ പ്രാർത്ഥനയോട് ചേർന്നായിരിക്കുന്ന, ആരാധനയോട് ചേർന്നായിരിക്കുന്ന, ദൈവജന ശുശ്രൂഷ എന്നായിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു. എല്ലാവിധ സന്തോഷവും എല്ലാവിധ അനുഗ്രഹവും ആശീർവാദവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടി ഉണ്ടായിരിക്കും.